മക്കളെ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഡോപ്പ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ്. ആദ്യമായിട്ട് നമ്മുടെ ക്യാപ്സ്യൂൾ 3.0 വരുന്ന പെൺകുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് റെഡി ആയിട്ടുള്ളത്. ആൻഡ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സ് കോഴ്സിലേക്കും ഇതേ റെസിഡൻഷ്യൽ ക്യാമ്പസ് തന്നെയായിരിക്കും നിങ്ങൾക്കായിട്ട് ഉണ്ടാവുന്നുണ്ടാവുക. സോ നമ്മൾ ഈ ക്യാമ്പസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടാവുക. ഇവിടെ തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമുകളും നിങ്ങൾ പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. സോ ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഇതിലുള്ള നമ്മുടെ ക്ലാസ് റൂം കാണാം, പിന്നെ നമുക്ക് നമ്മുടെ താമസ സ്ഥലം, ലിവിങ് ഏരിയാസും സാധനങ്ങളെല്ലാം നമുക്ക് കാണാം. സോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. സോ മക്കളെ, ഇതാണ് നമ്മുടെ അടിപൊളി ക്ലാസ് റൂം. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ നീറ്റ് ജീവിതം കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ നീറ്റ് സക്സസ്ഫുൾ ആവുന്നത്, നിങ്ങൾ ഡോക്ടർ ആവാൻ പോകുന്നതൊക്കെ ഈ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കം ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയങ്ങൾ, ഭൂരിഭാഗം സമയങ്ങളും നിങ്ങൾ ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന സാറുമാർ ഈ ക്ലാസ് റൂമുകളിലേക്ക് വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. ഇനി സാറുമാരില്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാബിൻ സ്പേസുകളാണ് നമ്മൾ ഒരുക്കി തന്നിട്ടുള്ളത്. ഈ ക്യാബിൻ സ്പേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല ലോങ് ഡ്യൂറേഷനിൽ തന്നെ ഉറപ്പിച്ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കസേരകളാണ്. ആൻഡ് ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സ്പേസിനകത്ത് നിങ്ങൾക്ക് എല്ലാ ബുക്കുകളും സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസുകൾ നമ്മളവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ടാബ്, നിങ്ങൾക്കറിയാം നമ്മുടെ ഡോപ്പയിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ക്ലാസ്സുകൾ നടത്താറുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ ടാബുകളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ പോയിന്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി വേറെ എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ടേബിളിന്റെ അടിഭാഗം എന്ന് പറയുന്ന സ്ഥലം ദാറ്റ് ഈസ് നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങളുടെ ബുക്കുകൾ, നിങ്ങൾ പഠിക്കുന്ന ഗൈഡുകൾ, സാധനങ്ങൾ എല്ലാം വെക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോകുന്നതോറും, ക്ലാസ് റൂമിന്റെ ബാക്കിലേക്ക് പോകുന്നതോറും നമുക്കറിയാൻ പറ്റും ബാക്കിൽ നിന്ന് വിസിബിലിറ്റി കുറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ അടുത്തൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇവൻ ബാക്കിലിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ പോലും ഫ്രണ്ടിലുള്ള ഫാക്കൽറ്റീനെയോ ബോർഡിനെയോ കാര്യങ്ങളോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല. സോ ഇതാണ് നമ്മൾ പറഞ്ഞ നിങ്ങളുടെ അടിപൊളി ക്ലാസ് റൂം. സോ എന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ കൃത്യമായ ടൈമുകളിൽ ഡോപ്പയിൽ നമ്മൾ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസ്, സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്തത്. കാരണം ഡോപ്പ പറഞ്ഞു തരുന്ന സ്ട്രാറ്റജീസ് വേറെ ആർക്കും, വേറെ ഒരു സ്ഥലത്തു നിന്നും, വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാറില്ല. സോ ആ സ്ട്രാറ്റജീസ് എല്ലാം ശരിയാണ്. ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2 കുട്ടികളെ എയിംസ് ഡൽഹിയിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്തെല്ലാം വരുന്നാലും ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്ത് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം കൊടുക്കുക. നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ പോലെയുള്ള ആളുകൾ. സോ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ കൂടെ വന്നിരുന്ന് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ പ്രോഗ്രഷനും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നിങ്ങളെ നോക്കി തന്ന്, നിങ്ങളുടെ പെർഫോമൻസ് നോക്കി തന്ന് വാലിഡേറ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആ സമയങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വേണ്ടത് അത് പറഞ്ഞു തരുന്നുണ്ടാവും. ഇതേ ക്ലാസ് റൂമിലേക്കായിരിക്കും നമ്മുടെ അധ്യാപകർ വരുന്നത്, അതേ ക്ലാസ് റൂമിലേക്കായിരിക്കും ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടാവുക, ഇതേ ക്ലാസ് റൂമിലേക്കായിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സ് വരുന്നുണ്ടാവുക. സോ ഇതാണ് നിങ്ങളുടെ നീറ്റിൻ്റെ സ്പേസ്, യുവർ ഓൺ നീറ്റ് സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് കൂടാതെ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ, ഈ ക്ലാസ് റൂമുള്ള ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് നിങ്ങൾ താമസിക്കുന്ന റൂമുകൾ ഉള്ളതെന്നുള്ള കാര്യം ഓർക്കണം. സോ രാവിലെ ജസ്റ്റ് കുളിക്കുക, ഡ്രസ്സ് മാറുക, സാധാരണ വീട്ടിലൊക്കെ ഇടാവുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുക. അതായത് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ഡ്രസ്സുകളോ കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നേരെ ഈ ക്ലാസ് റൂമിൽ വരിക, ഇവിടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ക്ലാസ് റൂം നിങ്ങൾക്ക് ചുറ്റും കാണാവുന്നതുപോലെ തന്നെ കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ്. ആൻഡ് ഫാനുകളും ബാക്കി ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്പേസിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ ഏരിയ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം. സോ മക്കളെ, ഇതാണ് നമ്മുടെ സ്റ്റഡി റൂമിൽ നിന്ന് നമ്മൾ പഠനമെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന നിങ്ങളുടെ റൂം. സോ ഈ റൂമിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം കാണിച്ചു തരാം. സോ നിങ്ങൾക്കറിയാം, നിങ്ങളെ പഠന സമയം മുഴുവനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ സ്റ്റഡി റൂമിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ റൂമിൽ ഇരുന്നിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബുക്കുകൾ കാര്യങ്ങളും എല്ലാം നിങ്ങൾ സ്റ്റഡി റൂമിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ കൈയൊക്കെ വീശി വെറുതെ സമാധാനമായിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാനുള്ള കട്ടിലുകളുണ്ട്. സോ ഈ റൂമിൽ 4 പേർക്കാണ് കിടക്കാനുണ്ടാവുക. സോ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലോക്കറുള്ള അലമാരകൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ അത്തരം കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ഇവിടെ വരിക, ഇവിടെ നിങ്ങൾ കിടന്നുറങ്ങുക, ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വർത്താനം പറയുക. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാൽക്കണീസും കാര്യങ്ങളും സാധനങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, വളരെ കൂളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വെച്ചിട്ട് റൂമിൽ വായിക്കാനും പറ്റും. പക്ഷേ സ്റ്റഡി ടൈമിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും റീഡിംഗ് റൂമിലേക്കായിരിക്കും പോകേണ്ടത്.
സോ റീഡിംഗ് റൂമിൽ ഇരുന്നിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. മക്കളെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ലോകം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഡോക്ടർ ആവുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പറന്നു വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തരാനും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും ഡോപ്പയിലുള്ള മുഴുവൻ ഡോക്ടർമാരും നമ്മുടെ മുഴുവൻ ടീമും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ നമ്മുടെ പുതിയ ഹോസ്റ്റലിലേക്ക്, ഡോപ്പയുടെ ഇതുപോലെയുള്ള ഒട്ടനവധി റെസിഡൻഷ്യൽ ക്യാമ്പസുകളിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. സോ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ നിന്ന് നിങ്ങളെ നേരിട്ട് കണ്ടുമുട്ടാം.